കോഴി ഫാമുകളിൽ ഉപയോഗിക്കുന്ന വഴി മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ സമൂഹത്തിൽ വരും. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു ടൈഫോയിഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് നിങ്ങൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഈ കൊമേഴ്സ്യൽ കോഴിവളർത്തൽ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളായിരിക്കും സമൂഹത്തിലുണ്ടാകുക. അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇതുകൊണ്ട് സാധാരണ ആൻറ്റിബയോട്ടിക് കൊണ്ട് ചികിത്സിക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ബാക്ടീരിയകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത്. ഏതാണ്ട് ഒരു വർഷം 70 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് MDR എന്ന് പറഞ്ഞ അസുഖം വന്ന് മരിക്കുന്നത്. 2025 ആകുമ്പോഴത്തേക്കും 12 ദശലക്ഷം ആൾക്കാർ ഈ MDR അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കൊണ്ട് രോഗികൾ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയം എന്ന കൊച്ചു ടൗണിൽ